പിന്നെ അതിലേക്കൊരു പൂതി ഒന്ന് ചിപ്സ് ഉണ്ടാക്കിയാലോ ഒന്ന്. അങ്ങനെ ഞങ്ങളൊരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത വാഴയ്ക്കയാണ്. അത് തോലി കളഞ്ഞു. എന്നിട്ടിത് നമ്മൾ സ്ലൈസാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ചീൻചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. സാധാ കോക്കനട്ട് ഓയിലാണ്. പാകത്തിന് ഒഴിക്കുക. എന്നിട്ട് പിന്നെ ചൂടായതിന് ശേഷം നമ്മൾ ഈ സ്ലൈസായിട്ട് അരിഞ്ഞ നമ്മുടെ വാഴയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചായക്കടി റെഡി.